ഹായ്, ഇറ്റ്സ് മീ രമ്യ കൃഷ്ണ. അപ്പോൾ എന്നെ പരിചയമില്ലായിരിക്കും അല്ലേ? ഞാൻ എന്നെ പിന്നെ പരിചയപ്പെടുത്താം ആദ്യം കേട്ടോ. എൻ്റെ പേര് രമ്യ. ഞാൻ ഇപ്പോൾ എറണാകുളത്താണ് ഉള്ളത്. ഞാൻ ഇവിടെ ഒരു ഹെൽത്ത് കെയറിൻ്റെ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ എൻ്റെ സ്വന്തം നാട് ഇടുക്കിയാണ് കേട്ടോ. സംസാരം കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. ഞാനേ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, കോട്ടയം ഇടുക്കി ഭാഗത്ത് എവിടെയോ ആണല്ലോ എന്ന് പറയാറുണ്ട്. സത്യമാണ്, ഞാൻ ഇടുക്കിക്കാരിയാണ്. ഒരു 6 വർഷമായിട്ടാണ് ഞാനിവിടെ എറണാകുളത്ത് ജോലി സംബന്ധമായിട്ട് വന്നതാണ്. ഇപ്പം ഏറെക്കുറെ ഇവിടെ സെറ്റിലായ പോലെയാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ തന്നെയാണ്. പിന്നെ ഹസ്ബൻഡ് നാട്ടിലാണ്, ആള് ലോഡിങ്ങിൻ്റെ പണിയാണ്, ഇടുക്കി തന്നെയാണ്, നെടുങ്കണ്ടത്താണ്. പിന്നെന്താ, എനിക്ക് ഇൻട്രൊഡക്ഷൻ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. എനിക്ക് ആദ്യം കിട്ടില്ല, എന്താ സംസാരിക്കുന്നത് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും വരില്ല. തെറ്റുകളൊക്കെ ഒരുപാടുണ്ടാവും, ഫസ്റ്റ് ടൈം അല്ലേ. പയ്യെ പയ്യെ ശരിയാക്കി എടുക്കാം. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി, ഓക്കെ. പിന്നെ കണ്ടന്റ് എന്ത് ഇടണം എന്നൊന്നും എനിക്കറിയില്ല. ലൈഫിൽ എന്തൊക്കെയാണോ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു വീഡിയോ പോലെയൊക്കെ ചെയ്തിടാം, അങ്ങനെയൊക്കെ പറയാൻ ഇപ്പോൾ പറ്റത്തുള്ളൂ. എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ ഇടണമെന്ന് ചോദിച്ചു. പിന്നെ ഈ വീഡിയോ ഇടാൻ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ എന്താ പറയുക, ഒരു മോട്ടിവേഷൻ കിട്ടിയ ഒരാളുണ്ട് കേട്ടോ. ചേച്ചിയുടെ പേര് ലത എന്നാണ്. എൻ്റെ കൂടെ ഡാൻസ് ക്ലാസ്സിലുള്ള ചേച്ചിയാണ് കേട്ടോ. ചേച്ചി ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഇങ്ങനെ വിശേഷമൊക്കെ പറയാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോഴത്തേക്കും എന്നാൽ പിന്നെ എനിക്കും തുടങ്ങിയാൽ എന്താ പ്രശ്നം എന്നൊക്കെ ഓർത്തുകൊണ്ട് അങ്ങ് തുടങ്ങിയതാണ്. സത്യമായിട്ടും എടുത്ത് ചാടി തുടങ്ങിയതാണെന്ന് സാരം. നോക്കാം അല്ലേ. വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. അതൊന്നും ഇപ്പം ചാടിക്കയറി എടുക്കാനായിട്ടൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കാണുന്ന ചെറിയ ചെറിയ ലൈവ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ച് മാത്രം എടുക്കുന്നതാണേ. പിന്നെ എനിക്ക് 2 ആൺകുട്ടികളാണ് കേട്ടോ. ഒന്ന് അമ്പാടി, ഒന്ന് ആദു. ഹസ്ബൻഡിൻ്റെ പേര് സുരേഷ് എന്നാണ്. ആള് നാട്ടിലാണ്, ഇടുക്കിയിലാണ്. പിന്നെ അമ്മയും ഹസ്ബൻഡും അവിടെയാണ്. ഇടയ്ക്കൊക്കെ വരും, ഇടയ്ക്കും ഒക്കെ അങ്ങോട്ട് വരും. ആൾക്ക് ജോലി അവിടെ ആയതുകൊണ്ട് അവിടെയാണ്. ഇപ്പോൾ ഇവിടെ സെറ്റിലായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. സെറ്റിലായിട്ടില്ല, ആവാനുള്ള ചെറിയ പ്രയത്നത്തിലാണ് ഞാൻ, ഓക്കെ. പിന്നെ 2 കുട്ടികളാണെന്ന് പറഞ്ഞില്ലേ, അമ്പാടി ആദം. അതിൽ അമ്പാടി 8ലാണ്, ആദുമൻ 5ലാണ്. അവർ കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ മോറക്കാല സ്കൂളിൽ പഠിക്കുന്നു. കുഴപ്പമില്ല, ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഫുള്ള് കളിയും കാര്യങ്ങളും ഒക്കെയാണ് പകൽ മൊത്തം. എന്നിട്ട് ഇപ്പോൾ വന്ന് 2 പേരും ടി വി കാണും. ജസ്റ്റ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണേ. അല്ലാതെ എല്ലാവർക്കും അറിയാമെന്നറിയാം, കുറേ പേർക്കൊക്കെ അവരെ അറിയാം. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ്. ഓടിക്കുമോയെന്ന് അറിയത്തില്ല, നോക്കാം, വെയിറ്റ്. ഇതെൻ്റെ മൂത്ത മോനാണ് കേട്ടോ, അമ്പാടി. നീ 2ാമത്തെ വിശിഷ്ട അതിഥിയെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ഞാനാണ് ആദു, അവരാണ് ആദു. എത്രയില പഠിക്കുന്നതെന്ന് പറഞ്ഞു? 5Aയിലാട്ടോ, അവൻ 5Aയിലാണ്. ഇയാൾ ഇച്ചിരി നാണക്കാരനാ. ആദ്യം തന്നെ പറഞ്ഞു വീഡിയോ എന്നെ എടുക്കരുത് അമ്മ, ഞാൻ ഹായ് പറയില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. പക്ഷെ അമ്മ വീഡിയോ കൊണ്ടൊക്കെ വരുമ്പോ മോൻ നിൽക്കുമല്ലോ, അങ്ങനെ നിന്നാണ് കേട്ടോ. ഒന്നുകൂടെ ഹായ് പറഞ്ഞടാ. അളിച്ചിട്ട് നടക്കാരനാ, അതിന് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇഷ്ടമില്ല. അപ്പോൾ TV കാണുക കേട്ടോ. TV കാണല്ല കണ്ടോ. അതൊക്കെ എൻ്റെ ഓരോ സർട്ടിഫിക്കറ്റ്, ഹോസ്റ്റലിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വീടൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ പതിയെ. ഇപ്പം ജസ്റ്റ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. എന്നെ അറിയില്ലല്ലോ, എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ ഇത് തുടങ്ങുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാനിങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ എടുത്തു. ഇനി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാനതൊക്കെ തിരുത്തി ഒന്നും കൂടെ ഒന്ന് സെറ്റാവും. ഫോൺ അത്ര പോരല്ലേ, 23 അൾട്രയാണ്. 2 വർഷമായി. അതിൻ്റെതായ ചെറിയ ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല, നമുക്ക് പയ്യെ എടുക്കാം. അങ്ങനെ. അപ്പോൾ ഓക്കെ, വേറെന്താ, വേറൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ ശല്യങ്ങൾ പ്രതീക്ഷിക്കാം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം,
എന്നൊക്കെ എന്താണ് എനിക്ക് ഇങ്ങനെയൊന്നും പറയാൻ അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. നിങ്ങൾക്ക് ഇനിയും വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാതെ എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയത്തില്ല, അത്രത്തോളം ഒന്നും ഞാനായിട്ടില്ല, പഠിച്ച് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ബൈ, സീ യു.